അതില് 5ാമത്തെ മകനാണ് ഞാൻ. മൊത്തം എന്റെ അമ്മ 7 പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അമ്മയ്ക്ക് പ്രസവത്തിലൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. എന്റെ അമ്മയുടെ 42ാമത്തെ വയസ്സിലാണ് ഞാൻ ജനിക്കുന്നത്. എന്റെ ജന്മത്തിന് മറ്റൊരു പ്രത്യേകത, ഞാൻ ജന്മന അമ്മാവനായി ജനിച്ച ആളാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ അറിയില്ല. എന്റെ മൂത്ത സഹോദരിക്ക് എന്നേക്കാൾ 2 വയസ്സ് കൂടുതലുള്ള മകളുണ്ട്. അതായത് എന്റെ ഏച്ചിയാണ് ആദ്യം പ്രസവിച്ചത്. അതിന് 2 വർഷം കഴിഞ്ഞിട്ടാണ് എന്നെ പ്രസവിച്ചത്. അപ്പോ എന്റെ മരുമകൾ എന്നെ ഇന്ന് വരെ അമ്മാവെന്ന് വിളിച്ചിട്ടേ ഇല്ല. അവളെ എന്നെ നീന്ന് മാത്രമേ വിളിക്കുള്ളൂ. അതിന്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്റെ അമ്മ പ്രസവത്തിൽ എക്സ്പീരിയൻസ് കൊണ്ട് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് വലിയ സമയമൊന്നും മാറ്റി വെച്ചിട്ടില്ല. എന്റെ അമ്മ ഈ വയലില് കറ്റ മുരാൻ പോകും, കറ്റ കൊയ്യാൻ പോകും. ഞങ്ങളുടെ നാട്ടില് മുര എന്നാണ് പറയുന്നത്. ഈ കറ്റ കൊയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ അമ്മയ്ക്ക് പെയിൻ വരുന്നത്. എന്റെ അമ്മ വീട്ടിലേക്ക് നടന്നു വന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് വളരെ സിമ്പിളായിട്ട് എന്നെ പ്രസവിച്ചു. പ്രസവിച്ചപ്പോ 2ാം കുഞ്ഞിന് അത്ര ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം എന്റെ വീട്ടിൽ എനിക്ക് മാത്രം ജാതകമില്ല, ബാക്കി എല്ലാവർക്കും ജാതകമുണ്ട്. അപ്പൊ ഞാൻ കുറെ വലുതായപ്പോ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്ക് മാത്രം ജാതകമില്ലാതെ. അപ്പൊ എന്റെ അമ്മ പറഞ്ഞത്, പ്രസവം നോക്കാൻ ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഇതിന്റെ കാര്യം പോക്കാണ്, അതുകൊണ്ട് ഇതിന് ജാതകം എഴുതുന്നതാണ്. പക്ഷെ പഠിച്ചോണ്ടെങ്കിൽ നമ്മളെ ഇവിടെ വിടുമ്പോ ഓരോരുത്തരുടെ തലയിൽ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്റെ വീടിന് ചില പ്രത്യേകതകളുണ്ട്. എന്റെ വീട് എന്ന് പറയുന്നത് ഒരു മണ്ണിന്റെ കട്ട കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ വീടാണ്. 3 റൂമാണ് എന്റെ വീട്ടിലുള്ളത്. എന്റെ വീട്ടില് കറണ്ട് ഇല്ല. 5 ലിറ്റർ മണ്ണെണ്ണ ഉണ്ടാവും. കുറെ കുപ്പികൾ ഓട്ടയാക്കിയിട്ട് അതിന് ഓരോ തിരി വെച്ചിട്ട് കത്തിക്കും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഇത് കാറ്റടിക്കുമ്പോൾ ഇതിന്റെ പുക ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടേയിരിക്കും. ഒരു അരമണിക്കൂർ സമയം നിങ്ങൾ അതിന് മുമ്പിലേക്ക് ഇരുന്നിട്ട് നിങ്ങൾ തുണി എടുത്തിട്ട് മൂക്ക് നിറച്ചാൽ മൂക്കിൻ്റെ ഉള്ളിൽ നല്ല കരുകരി അങ്ങനത്തെ സാധനം കിട്ടും. എന്റെ വീട്ടിൽ കിണറില്ല, അടുത്ത വീട്ടിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവരില്ല, പല വീട്ടിൽ നിന്നാണ് കൊണ്ടുവരിക. ഒരാൾ മാത്രം ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി പല വീടുകളിൽ നിന്നാണ് കൊണ്ടുവരിക. മറ്റൊരു പ്രത്യേക കൂടി ഉണ്ടായിരുന്നു, എന്റെ വീട്ടിൽ കക്കൂസ് ഇല്ല, ടോയ്ലറ്റും ഇല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും എങ്ങനെ കാര്യം സാധിക്കാൻ വിചാരിക്കും. ഞങ്ങൾക്ക് കുറച്ച് പറമ്പുണ്ട്. ആ പറമ്പിൽ ഓരോ അതിർത്തി പ്രദേശമുണ്ട്. അതായത് എന്റെ അതിർത്തി സ്ഥലത്തേക്ക് മറ്റൊരാളും പോവില്ല, മറ്റൊരാളുടെ സ്ഥലത്തേക്ക് ഞാനും പോവില്ല. പോയാൽ അതിന്റെ എണ്ണ അവിടെ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കും ഈ പുള്ളി പയ്യന്നൂരിനെ വന്നിട്ട് എന്താ പറയുന്നത്. സംഭവം നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലോ. നിങ്ങളുടെയൊക്കെ വീട്ടില് നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും ഒരു സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമേ ഇല്ല. ഒരു സ്ഥലത്ത് ഇരുന്നാൽ പിന്നെ ആ ഏരിയയിൽ ഇരിക്കുകയേ വേണ്ട. പിന്നെ ചില പ്രത്യേകതകളുണ്ട്. നല്ല ഇളം കാറ്റിന്റെ തലോടലുകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ തലോടിക്കൊണ്ട് ഇളം കാറ്റിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷികളുടെ കളകളാരവം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇളം പുല്ലിന്റെ തലോടലുകളും നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഇത് നിങ്ങൾ അനുഭവിക്കാതുകൊണ്ടാണ്. എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുഖം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എന്റെ പാറയിൽ ഞാനിരുന്ന സമയത്തുണ്ടായിരുന്ന സുഖമാണ് ഏറ്റവും വലിയ സുഖം. ചില ആളുകൾ ചിരിക്കുന്നുണ്ട്, കൈയ്യടിക്കുന്നുണ്ട്, അതിന്റെ അർത്ഥം അവർ നമ്മളെ ടീമാണ്. അവർക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ മസിൽ പിടിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്തില്ല, എക്സ്പീരിയൻസ് ഇല്ല. മക്കളെ ഒരു തവണയും ട്രൈ ചെയ്ത് പോകുന്നു. ദാരിദ്ര്യം ദാരിദ്ര്യം. 3 പെങ്ങന്മാരാണ്. 3 പെങ്ങന്മാരുടെ കല്യാണം കഴിച്ചപ്പോ കൂലിപ്പണിയെടുക്കുന്ന അച്ഛന്റെ കയ്യിൽ കടങ്ങൾ മാത്രമാണ്. ചെറുപ്പത്തില് എനിക്ക് ഒരു ട്രൗസർ ഉണ്ടായിരുന്നു. ആ ട്രൗസറിന് ചില പ്രത്യേകത ഉണ്ടായിരുന്നു. അതിന്റെ പിറകിൽ 2 ഓട്ടയിട്ടാണ്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ്, തെറ്റിദ്ധരിക്കേണ്ട. ആ ട്രൗസറിന്റെ മുന്നിലും നിങ്ങൾ ശിവനെ കണ്ടിട്ടില്ലേ? ശിവന്റെ കണ്ണ് കണ്ടിട്ടുണ്ടോ? തൃക്കണ്ണ് കണ്ടിട്ടുണ്ടോ? അതുപോലെ ഫ്രണ്ടിലും ഓപ്പണാണ്. പിന്നെ ഇത് എന്തിനാ എഴുതി വെച്ച സത്യത്തിൽ എനിക്കും അറിയില്ല. എല്ലാവരും ഇടുന്നു, ഞാനും ഇടുന്നു.
പക്ഷെ മറ്റൊരു പ്രത്യേകതയുണ്ട്, എനിക്ക് സത്യത്തിൽ ട്രൗസറിന്റെ ആവശ്യമില്ല. കാരണം ഞാനിടുന്ന ഷർട്ടൊന്നും എന്റെ അല്ല, എന്റെ അയൽവാസികളുടെ അല്ലെങ്കിൽ എന്റെ ഏട്ടന്റെ പഴയ ഷർട്ട്, എന്റെ ബന്ധുക്കളുടെ പഴയ ഷർട്ട്. നിങ്ങൾ ഈ നൈറ്റി അല്ലേ, നൈറ്റി, ഈ നൈറ്റി എന്ന ആശയം ആദ്യമായി കണ്ടെത്തിയത് എന്നിലൂടെയാണ്. എന്നിൽ നിന്നാണ് ഈ നൈറ്റി എന്ന ആശയം. നൈറ്റി അറിയില്ല, അത് താഴെ വരെ ഉണ്ടാവില്ലേ, അതേപോലെയാണ് എന്റെ അവസ്ഥ. ഭക്ഷണം ഭയങ്കര പ്രശ്നമാണ്, റേഷനാണ്, അളവാണ്. ഒരു നേരത്തെ ഫുഡ് എന്ന് പറയുന്നത് അളവ് ഫുഡാണ്. ഈ അളവ് ഫുഡാണ് എന്റെ വീട്ടിൽ. ഞങ്ങൾ BP കാരാണ്, റേഷൻ അരി കിട്ടും. പക്ഷെ ഈ അരി ഒപ്പിക്കണം, ഒരു മാസത്തേക്ക് ഒപ്പിക്കാൻ വേണ്ടി എന്റെ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടും. ചെറുപ്പത്തിൽ ഭയങ്കര ആഗ്രഹമാണ് ഭക്ഷണത്തോട്, വയറ് വെച്ച് ഭക്ഷണം കഴിക്കാൻ ഇല്ല. ഈ വയറൊക്കെ മൈലേജിൽ വന്നതിന് ശേഷം വന്നതാണ്. സ്കൂളിൽ പോകുമ്പോ എന്റെ കൂട്ടുകാർക്കൊക്കെ നല്ല പുതിയ പുസ്തകം ഉണ്ടാവും. പുതിയ പുസ്തകത്തിന് നല്ല മണമാണ്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യമില്ല. നമ്മൾ ആദ്യമേ അവരോട് പറഞ്ഞു വെക്കും, അടുത്ത വർഷം നിന്റെ പുസ്തകം എനിക്ക് തരണം. അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ കൊടുത്തിട്ടുണ്ടോ? നിസ്സാറിനോ? എന്റെ സുഹൃത്തുണ്ട്, അവന്റെ പേര് അനിൽകുമാർ എന്നാണ്. അവൻ എന്റെ അച്ഛന്റെ അമ്മയ്ക്കും 2 മക്കളേ ഉള്ളൂ. അതിന്റെ മൂത്ത മകനാണ്. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ചെല്ലക്കുട്ടിയാണ്. അവനെ നല്ല ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ. എനിക്കും ഉണ്ടായിരുന്നു ഒരു ബാഗ് എന്ന് പറയാൻ പറ്റില്ല, സഞ്ചി എന്ന് പറയും. ഞങ്ങൾ റേഷൻ കടയിൽ പോകാനും ആ സഞ്ചിയാണ്, പിണ്ണാക്ക് മേടിക്കാൻ പോകാനും അതേ സഞ്ചിയാണ്. അത് ഒന്നുകൂടി തുടച്ചാൽ സ്കൂൾ ബാഗായി. എന്നോട് ചെറുപ്പത്തിൽ ഒരാൾ ചോദിക്കാണ്, നിന്റെ ഏറ്റവും വലിയ ഡ്രീം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്കൊരു ചെരുപ്പിട്ട് നടക്കണം പറയും. ഇതിൽ 16 വയസ്സ് വരെ ചെരുപ്പിട്ട് നടന്നിട്ടില്ല. ഞാൻ വെറുതെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞല്ല, എന്റെ ജീവിതമാണ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കളവും പറയില്ല. 16 വയസ്സ് വരെ ഞാൻ ചെരുപ്പ് ഇട്ടിട്ടേ ഇല്ല. കാരണം ഒരു ചെരുപ്പ് വാങ്ങി തരാനുള്ള സാമ്പത്തിക സ്ഥിതി പോലും എന്റെ അച്ഛൻ ഉണ്ടായിട്ടില്ല. 16ാമത്തെ വയസ്സിൽ വെക്കേഷൻ ടൈമില് ഹോട്ടൽ പണിക്ക് പോയി പ്ലേറ്റും ഗ്ലാസ് കഴുകി കിട്ടിയ പൈസക്കാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെരുപ്പ് വാങ്ങിയത്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. ജനിച്ചപ്പോ നമ്മൾ കമിഴ്ന്ന് കിടക്കാൻ നോക്കിയപ്പോ ഞാനും നിങ്ങളും ഒത്തിരി തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ പിന്നെയും ശ്രമിച്ചു. നമ്മളതിൽ വിജയിച്ചു. നമ്മളൊന്ന് ഇരിക്കാൻ ശ്രമിച്ചപ്പോഴും ഞാനും നിങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് ഒന്ന് നടക്കാൻ ശ്രമിച്ചപ്പോ ഒത്തിരി തവണ വീണുപോയിട്ടുണ്ട്. പിന്നെയും നമ്മൾ എഴുന്നേറ്റ് നടക്കും. വിദ്യാഭ്യാസ കാലത്ത് സ്കൂളിൽ 3 തരം കുട്ടികളുണ്ട്. ഒന്ന് ഏറ്റവും മിടുക്കരായ കുട്ടികൾ, അവർ നന്നായി പഠിക്കും, അവരാണ് റോൾ മോഡൽ. എല്ലാ അച്ഛനമ്മമാരും പറയും അവനെ കണ്ടുപഠിക്കും, അവളെ കണ്ടുപഠിക്കും. സ്കൂൾ ടീച്ചർമാർ പറയും അവനെ കണ്ടുപഠിക്കും, അവളെ കണ്ടുപഠിക്കും. പിന്നൊരു വിഭാഗമുണ്ട്, അവരൊരു ആവറേജ് ആയിരിക്കും പഠനത്തിലൊക്കെ, പക്ഷെ ആകെ മൊത്തം അവരൊരു അടിപൊളിയായിരിക്കും. അവർ സ്പോർട്സിലും ആർട്സിലും എല്ലാം അടിപൊളിയായിരിക്കും. ടീച്ചർമാരുടെ വലിയ അടികളൊന്നും അവർ മേടിക്കില്ല. പിന്നൊരു വിഭാഗമുണ്ട്, ആ വിഭാഗം എന്ന് പറയുന്നത് ഏറ്റവും പിറകിലുള്ള, ഞങ്ങളുടെ നാട്ടിൽ അവരെ വിളിക്കും പരബ്രഹ്മം എന്ന് വിളിക്കും. മണ്ണിനും കൊള്ളൂല, പിണ്ണാക്കിനും കൊള്ളൂല. അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പൊ അതിൽ ഏത് കാറ്റഗറിയാണ് ഞാനെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് പറഞ്ഞ കാറ്റഗറിയാണ് ഞാൻ. എന്റെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തിന്റെ ഒരു അനീഷ് എന്നാണ്. അവൻ ഫസ്റ്റ് പറഞ്ഞ കാറ്റഗറിയാണ്. അവൻ 95 മാർക്ക് വാങ്ങിയിട്ട് അവൻ തരക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാ? 5 മാർക്ക് കുറഞ്ഞുപോയി. അപ്പൊ ഞാൻ അവരുടെ പറഞ്ഞ, നീ എന്തിനാ കരുത്, നിന്റെ 5 മാർക്ക് എന്റെ കയ്യിലുണ്ട്. അനീഷിന് വില്ലേജ് ഓഫീസറാണ്. ബാബുരാജ് മൈലേജിന്റെ ITC ആണ്. വ്യത്യാസമുള്ളൂ. അനീഷ് ഒരു വർഷം വാങ്ങുന്ന വരുമാനം ബാബുരാജ് ഒരു മാസം അടിക്കുന്നു. പക്ഷെ നമ്മുടെ കുഴപ്പം എന്താ വെച്ചാല് ചെറുപ്പത്തിൽ നമുക്ക് ബുദ്ധിയില്ല. അവിടെ നമ്മൾ പിന്നെയും ശ്രമിച്ചു. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാല് നമുക്ക് ബുദ്ധി വന്നതുകൊണ്ട് പരാജയം ഓൾറെഡി സമ്മതിച്ചു കഴിഞ്ഞു. ഇനി രക്ഷയില്ല. ഇവിടെയാണ് നമ്മൾ മാറേണ്ടത്.
ജീവിതത്തിൽ മാറ്റം വരുന്നത് ഇവിടെയാണ്. ഡയറക്ട് സെല്ലിംഗ് മൈലേജ് ഷെയർ മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ബിസിനസ് ഞാനില്ല, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഞാനില്ല, ഞാനും നിങ്ങളും ചേർന്നതാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. നമ്മളാണ്. ഇവിടെ ഒരു മേഡം നേരത്തെ സംസാരിച്ചു, കാലിന് സുഖമില്ലാതൊരു മേഡം. ഒരു മേഡം ഇവിടെ വന്നില്ലേ? യെസ്, ഇത് അവിടെ ഇരിക്കുന്നു. ഇതാണ് പവർ ഓഫ് മൈ ലൈഫ് സ്റ്റൈൽ. ഒരു കൊല്ലപ്പണി എടുക്കുന്ന ഒരു മനുഷ്യൻ നോക്കൂ. ഇദ്ദേഹം ഇപ്പൊ ഇവിടെ ഒന്ന് എഴുതുന്നത്, അദ്ദേഹം ഇൻ ചെയ്ത് നിൽക്കുകയാണ്, സ്കൂട്ടിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തെ പ്രത്യക്ഷമായും പരോക്ഷമായും കളിയാക്കുന്ന എത്രയോ ആളുകൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലും അദ്ദേഹത്തിന് ചുറ്റുമുണ്ടാവും. രസമുണ്ടോ? ഉണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ പറയുന്നു, മൈലേജ് ഷെയർ മാർക്കറ്റിംഗിലെ ലീഡേഴ്സ്, ഇത് ചെയ്യുന്ന ഒത്തിരി അച്ചീവ്മെന്റ് ഉണ്ടാക്കിയ ഒത്തിരി ലീഡേഴ്സ് പറയുന്നു, ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. ഫോട്ടോ ഉണ്ടോ? ഞാനൊരു 25 തവണ വരുമ്പോൾ കേൾപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ ആവാൻ വേണ്ടി. കാണാൻ വേണ്ടി കുഴപ്പമൊന്നുമില്ലല്ലോ. ഫോട്ടോയില് എനിക്ക് എന്നെ മമ്മൂട്ടിയായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ ചിരിച്ചു, നിങ്ങൾ ചിരിച്ചതിന്റെ അർത്ഥം ആ മമ്മൂട്ടി അവിടെ കിടക്കുന്നു, കിടക്കുന്നു, ഇതാണല്ലോ. അത് എന്റെ കുഴപ്പമില്ല. നിങ്ങൾ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും, പക്ഷേ ഐ ആം ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് നിങ്ങളാണ്, ബാക്കി എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഒരു വിലയില്ല. ഒന്ന് മാറി ചിന്തിക്കും. ഇന്നലെകളെ മറക്കാൻ തയ്യാറാവും, ഇന്നലൊപ്പം യാത്ര ചെയ്യാൻ തയ്യാറാവും. ഇവിടെ വന്നിരിക്കുന്നത് ജീവിതത്തിൽ അൾട്ടിമേറ്റ് സക്സസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ കമ്പനിയെ വിശ്വസിക്കും, നിങ്ങളുടെ ടീമിനെ വിശ്വസിക്കും. ഇതാണ് എന്റെ വീട്. എനിക്ക് ഉറപ്പുണ്ട് ഈ ഹാളിൽ ഇരിക്കുന്ന ഭൂരിപക്ഷം, ഒരുപക്ഷെ ആർക്കും ഇതുപോലത്തെ ഒരു വീട്ടിൽ നിന്നായിരിക്കില്ല നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 14 ലക്ഷം രൂപ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്ന ഒരു സഹോദരന്റെ അസുഖം കാരണം 14 ലക്ഷം രൂപ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. 14 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത എന്റെ ബ്രദറിന് വന്ന ഒരു അസുഖം കാരണം. ഈ ബിസിനസ്സിലെ സ്റ്റേറ്റ് ടീം ഓർഡർ റാങ്കിൽ വരെ ഞാൻ ഉണ്ടായിരുന്ന വീടിനാണ്. സ്റ്റേറ്റ് ടീം ഓർഡർ റാങ്കിൽ വരെ. എല്ലാവരുടെയും പ്രശ്നം നിങ്ങളുടെ ഇന്നലെകളാണ്. നിങ്ങളത് മറക്കൂ. എന്റെയൊക്കെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ഈ ബിസിനസ് എന്റെ കയ്യിൽ കിട്ടുമ്പോ, എന്റെ സുഹൃത്താണ് എനിക്ക് ഈ ബിസിനസ് ആദ്യമായി തന്നത്. അദ്ദേഹം ഈ ബിസിനസ് എനിക്ക് തരുന്ന സമയത്ത് ഞാൻ ഒരു ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ എന്റെ ലൈഫിൽ ഹോട്ടൽ പണി മുതൽ മെഡിക്കൽ റെപ്പ് വരെ ജോലിയിലാണ്. 2016 എനിക്ക് ഇൻഡസ്ട്രി എന്റെ കയ്യിൽ കിട്ടുന്നത്. പക്ഷെ ഞാൻ ഇത് ചെയ്തിട്ടില്ല, കാരണം ഇത് മണി ചെയിനാണ് എന്നാണ് എന്റെ ചിന്ത. പക്ഷെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സുഹൃത്താണ് എനിക്ക് അദ്ദേഹം ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. ഒരു ദുർബല നിമിഷത്തിൽ പെട്ടുപോയ ഒരാളാണ് സത്യത്തിൽ. അല്ലാണ്ട് ഇതിനെ കുറിച്ച് അറിഞ്ഞു വന്നൊന്നല്ല. 15,000 രൂപ കടം കൊടുക്കാനുള്ള ഒരു ദിവസം 12,700 രൂപ എന്റെ കയ്യിലുണ്ട്. 2,300 രൂപ എവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പേര് ഷജീഷ് എന്നാണ്. അദ്ദേഹത്തിന്റെ ബന്ധുവാണോ വെച്ചാൽ അല്ല, എന്റെ സുഹൃത്താണോ വെച്ചാൽ അതിക്കും മേലെ. നിങ്ങളൊന്ന് വീഴുമ്പോൾ, നിങ്ങളൊന്ന് തളരുമ്പോൾ നിങ്ങൾ താഴാണോ കൈ തരുന്നത്, അതാണ് നിങ്ങളുടെ യഥാർത്ഥ ബോധ്യം. ആ സുഹൃത്താണ് 2016 എനിക്ക് ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി തരുന്നത്. എനിക്കൊന്നും അറിയില്ലായിരുന്നു. അന്ന് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ആ പുള്ളിക്കാരൻ വന്നതിനെ ഞാൻ വളരെ മനസ്സുകൊണ്ട് ശമിച്ചതാണ് സത്യത്തിൽ. ഞാനെന്റെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാഴ്ച കഴിയുമ്പോൾ ഒരു ബോക്സ് നിറയെ സാധനം കൊണ്ടുവച്ചു. 10,000 രൂപയുടെ സാധനം, ഒരു കുഞ്ഞു ബോക്സ്. അന്നാണ് ആദ്യമായിട്ട് ഈ പേസ്റ്റ് ഞാൻ കാണുന്നത്. ആ പേസ്റ്റിന്റെ മേലെ എഴുതിയിട്ടുണ്ട് ഓൺ ആൻഡ് ഓൺ ഹെർബൽ പേസ്റ്റ്. അതിനുപോലെ ഞാൻ പേസ്റ്റ് കണ്ടിട്ടില്ല. അതിനുപോലെ ഞാൻ ഉപയോഗിച്ച പേസ്റ്റ് കോൾഗേറ്റിന്റെ വൈറ്റ് പേസ്റ്റാണ്. കോൾഗേറ്റിന്റെ പേസ്റ്റ് നമ്മൾ സാധാരണ ഒരു 200 ഗ്രാമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ വാങ്ങുമ്പോൾ ഇങ്ങനെയുണ്ടോ രസോർണം. ഒരു ദിവസം എങ്ങനെയോ അത് സ്റ്റീൽ പോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഇതുപോലെ എഡ്ജിന്റെ സ്ഥലത്ത് അതിന് മൂടി നന്നായി കഴിക്കില്ല. എന്നിട്ട് നിങ്ങളുടെ എല്ലാ ശക്തിയും എടുത്ത് ഇങ്ങനെ ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ പേസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെറുതെ വരും, അതിന് മുകളിലേക്ക് വരും. നിങ്ങൾ അതിന്റെ മൂടി തുറക്കുക, 2 കൈ കൊണ്ടും ഇങ്ങനെ പ്രസ് ചെയ്യുക. ഒരു സാധനം ഇങ്ങനെ വരും,
അപ്പൊ തന്നെ താഴോട്ട് പോകും, താഴോട്ട് പോകും, സമ്മതിക്കരുത്, അപ്പൊ തന്നെ ഒരു നേരത്തെ സാധനം കിട്ടൂലേ. അടുത്ത കളി എന്ത് ചെയ്യുന്നത്, ഒരു കത്തി കഴിക്കുക, അതിന്റെ കഴുത്തങ്ങ് മുറിക്കുക, അതിന് ബ്രഷ് എടുത്തിട്ട് ഈ ട്യൂബിനുള്ളിട്ട് തറക്കുക, പുറത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സാധനം. ഓക്കെ, ഒരു നേരത്തെ സാധനയില് ഒരു കാര്യം വേണം ചെയ്യാം, അതിന്റെ അടിഭാഗത്തുള്ള ആ ടോപ്പിന് ഉള്ളിൽ ഇട്ടിട്ടു കറക്കാം. നിങ്ങൾക്ക് അറിയില്ലല്ലോ, അറിയോ? നിങ്ങൾ എന്നെ ഭയങ്കരമാണ്. നിങ്ങൾ എന്തെന്ന് വെച്ചാൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുലുക്കി വായാക്കി വരില്ല. ഈ ഞാൻ എത്ര രൂപ പേസ്റ്റ് ചെയ്യണം? 150 രൂപ പേസ്റ്റ്. പൈസ പോയാ പിന്നെ ഇച്ചിരൂടെ ഒരു സോപ്പ്, അതിന്റെ മേലെ ഇതിന് ഓൺ ആൻഡ് ഓൺ നീം ലക്ഷറി സോപ്പ്. സോപ്പ് 14 ലക്ഷം രൂപ കടവുള്ള ഞാൻ തേക്കണ സോപ്പ് ചെയ്ത് എന്റെ വീട്ടിൽ ലൈബോയുടെ സോപ്പാണ്. ലൈബോയുടെ സോപ്പിന് പ്രത്യേകത പണ്ടത്തെ ലൈബോയുടെ സോപ്പിന് പ്രത്യേകത ഇത് എത്ര ദേശമാനും തീരുന്നു. അവസാനം നമുക്ക് മടുക്കും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അലക്കുന്ന കല്ലിലെ അതിന് മേലെ ഒരു അടി കൊടുത്താൽ നാം കണ്ടു. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തുണി അതിന് മേലെ ഇങ്ങനെ അടിക്കാം, അഴുക്കൊന്നും പോവില്ല, പക്ഷെ വെറുതെ അടിക്കാം. ഈ ഞാൻ തേക്കേണ്ട സോപ്പേത പൈസ പോയില്ലേ. മൂന്നാമതൊരു സാധനം, ഇതുപോലത്തെ ഒരു പാക്കറ്റ് ഒരിക്കൽ നമുക്ക് സാധനം വീഴുന്നത്, അതിന് മേലെ 9E5 ആദ്യത്തെ സാധനങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ 9E5 എനിക്ക് മനസ്സിലായി. ഞാൻ ആ പഹേനെ വിളിച്ചു, എന്നാ കുടിക്കിയ പഹേനില്ല, ആ പഹേനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, അല്ല സുഹൃത്തി 9E5 എന്താ വിളിച്ചു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞ 9E5 പറയുമ്പോൾ അതിന്റെ പേര് 9E5 വന്നു. മനസ്സിലാക്കുന്ന കാര്യം 9E5 പേര് പോലും അറിയാതൊരു മണ്ടനാണ് ഞാൻ. എനിക്ക് ഈ ബിസിനസ് IT ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് IT ചെയ്യാൻ കൂടെ. പൈസ എത്ര വരുന്നത് കയ്യത്തെ ഒത്തിരി ആളുകളുണ്ട്. കുറച്ച് ആളുകൾക്ക് ഉറക്കം ക്ഷീണം കാണുന്നുണ്ട്. ആ ഉറക്കം ക്ഷീണം കാണുന്ന ആളുകൾ കഴിച്ചിട്ടാണ് അർത്ഥം. അതുകൊണ്ട് ഇന്ന് മുതൽ എന്ത് ചെയ്യാം, അത് കഴിക്കാൻ തുടങ്ങാം. ഇത് കഴിക്കാൻ വേണ്ടി ലീഡർമാർ നിങ്ങളോട് പലതും പറഞ്ഞിട്ടില്ലേ? അതേപോലെ എന്നോട് ഈ പുള്ളിക്കാരൻ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ ഞാനല്ല മോൻ, ഞാൻ ആദ്യമായിട്ട് കാണുന്ന സാധനം ഞാനിത് കഴിക്കുമോ? കല്യാണം കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരീക്ഷണം നടത്താൻ പറ്റിയ ഏറ്റവും നല്ല വസ്തു സ്വന്തം ഭാര്യയാണ്. എനിക്ക് ഓരോ ചെറിയ ദേഷ്യമുണ്ടായി. അപ്പൊ ഞാനത് ഉദ്ദേശിച്ചിട്ട് പുള്ളി പറഞ്ഞതിലൂടെ പത്രം കൂട്ടിട്ട് വൈഫിനോട് കഴിക്കാൻ പറഞ്ഞു. എന്റെ ഭാര്യയുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പോഴും ഈ ഐസ്ക്രീം ഉണ്ടാവും. 1 ലിറ്റർ ഐസ്ക്രീം മേടിക്കുമ്പോൾ അതിന് കൂടെ 2 ബോൾ ഐസ് മേടിക്കണം. 1 ലിറ്റർ ഐസ്ക്രീം നോക്കും, 2 ബോൾ ഐസ് എന്റെ പിള്ളേർക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മധുരം നോക്കില്ല. അതിന് ഈ സാധനം കഴിക്കാൻ തുടങ്ങി. ഒരു 14 ദിവസം കഴിച്ചപ്പോ എന്റെ ഭാര്യ എന്നോട് ഒരു കാര്യം പറഞ്ഞു, അറിയണോ? 14 ദിവസം ഈ 95 കഴിച്ചപ്പോ എന്റെ ഭാര്യ എന്നോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് അറിയണോ എന്നാണ് എന്റെ ചോദ്യം. ആരാന്റെ ഭാര്യ ആരോടോ പറഞ്ഞു. സ്വന്തം വീട്ടിൽ യുദ്ധം നടന്നാലും അടുത്ത വീടിന്റെ ഒച്ചയായിട്ട് നമുക്ക് സുഖമാണ്. ഞാൻ പറയാൻ പറ്റുന്നത് ആരോടും പറയാൻ പാടില്ല. അറിയോ? 14 ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ജ്യൂസ് നല്ലതാണ്. എന്ത് നല്ലതാണ്? ഒരു ഞെട്ടലോട് കൂടിയാണ് ഞാൻ കേട്ടത്. അതിന് കാരണം എന്താ വെച്ചാൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നത് സ്ത്രീ പീഡനമല്ല, സത്യത്തിൽ പുരുഷ പീഡനം. അനുഭവം കഴിക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾക്കല്ലേ? 14 സെക്കൻഡിൽ കുറിച്ച് നോക്കി ഇവർക്ക് കേസ് കൊടുക്കാം. നിങ്ങൾ അത്ര സമയം എന്നാ നോക്കുന്നത്? ഞാൻ ഇവിടെ കൊണ്ട് കേസ് കൊടുക്കും. അപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, അപ്പൊ ഇവിടെ മാത്രമേ ITC ഒരു TC പോലും അല്ല, ഒരു ഡിസ്ട്രിബ്യൂട്ട്. മനസ്സിലായില്ലേ? ഞങ്ങൾ തയ്യാറുണ്ട്, പുരുഷന്മാർ തയ്യാറുണ്ട്. അപ്പൊ അറിയോ, ഒന്ന് ടോയ്ലറ്റ് പോകുമ്പോ, ഒന്ന് കുളിക്കുമ്പോ. കാരണം ഞങ്ങൾക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ജ്യൂസ് നല്ലതാണല്ലോ. എന്തോ പറഞ്ഞു? പിന്നെ വാങ്ങിക്കൊടുത്തിട്ട് അവസരങ്ങളൊക്കെ കാര്യം പോകാം. അങ്ങനെ ഗതികളുടെ അങ്ങേ തട്ടത്ത് നിൽക്കുന്ന സമയത്ത് 6 ബോക്സ് 95 വാങ്ങിക്കൊടുക്കൊണ്ടിരുന്ന
എന്തിനാ വാങ്ങിക്കൊടുത്തു വെച്ചാൽ എന്റെ ഭാര്യക്ക് പൈൽസ് ഉണ്ടായിരുന്നു. ഒന്നുണ്ടായിരുന്നു, പൈൽസ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് 6 ബോക്സ് 95 കഴിച്ചപ്പോ അന്ന് പോയ പൈൽസ് ഇതുവരെ വന്നിട്ടേ ഇല്ല. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, എന്റെ ഭാര്യക്ക് മനസ്സിലായി, പൈൽസ് മനസ്സിലായി. നിങ്ങൾ എറണാകുളത്തെ പ്രോഗ്രാം കണ്ടിട്ടില്ലേ? ഇല്ലേ? അത്ര ആളുണ്ടായിരുന്നു. ഒരു 10-12 ആളുകളുടെ പ്രോഗ്രാമാണ്. നാളെ കമ്പനി ഇതുപോലെ പ്രോഗ്രാം സംഘടിപ്പിക്കാം. അന്ന് കമ്പനി പറയുന്നു, ശരി ITC ലീഡറിലെ നിങ്ങൾ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ഹോണറി തരാമെന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണേ, ഇവിടെ ഏകദേശം 12,000 ആളുകൾ ഇരിക്കുക. ഈ 12,000 ആളുകൾക്കിടയിലൂടെ ഞാനും എന്റെ ഭാര്യയും നിങ്ങൾ ആദ്യം എന്താ വിചാരിക്കാം? ഭാര്യയുടെ പൈസല്ലേ? ആണല്ലോ സംഭവം വീട്ടിലറിഞ്ഞു. അവൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ ഒഴിവാക്കുന്നു. കാരണം എന്റെ അവസ്ഥ കുറെ സാമ്പത്തിക പ്രയാസമായതുകൊണ്ട് എനിക്ക് ആരും പെണ്ണ് തന്നിട്ടില്ല ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത്. കാരണം ഇതാണ് വീട്, പ്രായമായ അമ്മ, സുഖമില്ലാതെ വേട്ട, ഈ അവസ്ഥയിലേക്ക് ആരും പെണ്ണ് തന്നില്ല. കഷ്ടപ്പെട്ട് ഞാൻ ഒരു പെണ്ണ് കിട്ടി. അവസാനം ഞാൻ അവളെ കാലുകൾ പിടിച്ച് സൗദരാക്കി. പക്ഷെ ഞാനൊരു സത്യസന്ധനായോട് ഞാനത് തുറന്നുകൊണ്ടേയിരുന്നു. ഇപ്പൊ ഞാൻ അതേ ബാക്കിയുണ്ടായി, നിങ്ങൾ കുറച്ചാളാണ്, നിങ്ങളെ ഇനി കാരണം പറയാം. ബിസിനസ്സിൽ ആദ്യം സീരിയസ് ആയിരുന്നില്ല. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ, ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് സീരിയസ് ആയത്. 2017 സീരിയസ് ആയത്. ആ സീരിയസ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് ആരാണെന്ന് പറഞ്ഞ വ്യക്തിയാണ്. കാലിന് ഫുള്ള് ഉണ, നിങ്ങൾക്ക് വേണം ഇപ്പൊ കാലം ഒന്നിച്ചു മൊത്ത കാലിന് ചൊറിഞ്ഞു കൂട്ടും കംപ്ലീറ്റ്. ഡോക്ടറെ കാണിച്ച് അലർജിക്കോളം പോയത് രക്ഷയില്ല. ഉടച്ചു കൊടുത്തപ്പോ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള 95 കുറിച്ചപ്പോ പുള്ളിക്കാരനാണ് ആൾക്ക് സാധ്യത. ഒരാളങ്ങനെ കിട്ടി, രണ്ടാമത്തെ ആൾ കിട്ടുന്നില്ല. കാരണം എല്ലാവരും നെഗറ്റീവും. നമുക്കറിയാം ബിസിനസ് ആകുമ്പോൾ നമ്മൾ നെഗറ്റീവ് എന്താണെന്ന് അറിയാം. അങ്ങനെ ഒരാളെ കിട്ടി, രണ്ടാമത്തെ ആളെ കിട്ടുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ വെച്ച് ഞാൻ ഒരാളോട് ചിരിച്ചത്. ഒന്ന് ചിരിച്ചാൽ ഒന്ന് പരസ്പരം മുഖത്തോട് പോകുന്നു. പേര് ചോദിച്ചേ, 2 പേര് നിങ്ങൾ പഠിച്ചോ, 2 പേര് കണ്ടോ, ചിരിച്ചപ്പോ അവര് ചിരിച്ചോ. പ്രത്യേകം ശ്രദ്ധിക്കാം, ആണുങ്ങൾ പെണ്ണുങ്ങളോട് ചിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളോ. ഒരുപാട് ആദ്യം ചിരിക്കാൻ പാടില്ല. സ്ത്രീകളോട് ഞങ്ങളുടെ റിക്വസ്റ്റ്, ഞങ്ങൾ നിങ്ങളെ കുറച്ച് സമയം കൂടുതൽ നോക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ മുഖം ഉള്ളിലേക്ക് എടുക്കാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ ലേഡീസിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒറ്റ നോട്ടം ഈ ഹാള് സ്കാൻ ചെയ്യാൻ അവർക്ക് 1 സെക്കൻഡ് ഒറ്റ നോട്ടം ഈ ഹാള് മൊത്തം സ്കാൻ ചെയ്യും. നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും നിങ്ങളുടെ സകല ഡീറ്റെയിൽ പറഞ്ഞു. അങ്ങനെ കാസർഗോഡ് വെച്ച് ഒരാൾ ചിരിച്ചു. അയാൾ എന്നോട് ചോദിച്ചു, ഞാൻ അയാളുടെ പേര് ചോദിച്ചു. എന്നോട് പറഞ്ഞു, എന്റെ പേര് മനോജ് എന്നാണ്, ഇന്ന് എന്റെ CTC വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചിരിക്കുമ്പോ നിങ്ങൾക്ക് വേണ്ടി ചിരിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ ഏതോ വ്യക്തി എവിടെയോ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളോട് പറയും, കളിയാക്കും, പരിഹസിക്കും, പുച്ഛിക്കും, എല്ലാം ചെയ്യും. ഇവിടുന്ന് കേട്ട് ഇവിടുന്ന് വിടുക. 1000 രൂപയുടെ ആവശ്യം വന്നാൽ ഈ കാണുന്ന ഒരു ബന്ധുക്കളും നിങ്ങളെ കുറ്റം പറയുന്ന ഒരാളും ഉണ്ടാവില്ല. മൈലേഷ് എന്തിനു ചെയ്യണം? പാസീവിധത്തിന് വേണ്ടി ചെയ്യണം. പാസീവിധത്തിന് വേണ്ടി ചെയ്യണം. നിങ്ങളൊന്ന് വീണ് പോയാൽ, നിങ്ങളൊന്ന് കിടന്നു പോയാൽ, ഞാൻ നിങ്ങൾ നാടൊന്നും ഇല്ലാതായി പോയാൽ, എന്റെ നിങ്ങളുടെ ഫാമിലി സേഫ് ആവണമെങ്കിൽ അതിന് പാസീവിധം. 1000 രൂപ ഉണ്ടാക്കാൻ ബിസിനസ് ചെയ്യണ്ട, ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് അവന്റെ ആയുസിനെയും അതിന്റെ ആരോഗ്യത്തെയും ഡിപ്പെൻഡ് ചെയ്യണം. അത് രണ്ടും ഒന്നില്ലാതാകുമോ അന്നാ ഇന്ന് അവിടെ കണ്ടാവുക. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, ജീവിതത്തിൽ ഒന്നുമില്ലായ്മെന്ന് വന്നിട്ട് ഇന്ന് ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമയമില്ലാതെ ഒന്നും കാണിക്കുന്നില്ല. റേഷൻ കാർഡ് ഇതാണ്. ആദ്യമായി വാങ്ങിയ കാറ് STC റാമിലെത്തുമ്പോൾ ഡ്രൈവിംഗ് പോലും അറിയാവുന്ന സമയത്ത് വാങ്ങിയ കാറാണ് STC റാമിലെത്ത്. 2,10,000 രൂപ വാങ്ങി. കമ്പനിയുടെ 279ാമത്തെ വീക്കിൽ 2,10,000 രൂപ ഒരു എന്റെ അക്കൗണ്ടിലേക്ക് പോകാം.
എന്നെ കൂടെ 18 പേര് 2,10,000 കഴിഞ്ഞു. കൂടെ വന്നുകൊണ്ട് വരുമാനം കിട്ടുന്ന ഇൻഡസ്ട്രി ഡയറക്ഷൻ. അതുകൊണ്ട് ഇന്ന് ആദ്യമായി ബിസിനസ്സിൽ വന്ന ആളുകൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇൻഡസ്ട്രി ഏറ്റെടുക്കും. കമ്പനിയുടെ സെക്കൻഡ് ഇന്റർനാഷണൽ കൺവെൻഷന് ദുബായിൽ പോയപ്പോ മേഡം ഉണ്ടായിരുന്നു. ദുബായിൽ പോയപ്പോ എടുത്ത ഫോട്ടോകള് ബുർജ് ഖലീഫയുടെ 124ാമത്തെ നിലയിലെടുത്ത ഫോട്ടോ. ചെറുങ്ങനെ മമ്മൂട്ടിയെ പോലെ പൈസ വന്നാൽ ഏത് പൊട്ടനും 3 കോടി രൂപയോളം മൈലേഷൻ മാർക്കറ്റിലൂടെ ഇന്നോവയെ വാങ്ങി. ഡോക്ടർ DB അനന്തനാരായണ രണ്ടാമത്തെ കാറാണ്. ഇതിപ്പോ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ജീപ്പ് വോബസ്. രണ്ടാമത്തെ രാജ്യം പോയി തായ്ലൻഡ്. കമ്പനിയുടെ കഴിഞ്ഞ വർഷം ഈ വർഷം പോയി ആളുകളുണ്ട്. മേഡം സാറൊക്കെ ഈ വർഷം പോയതാണ്. തായ്ലൻഡ് പോയിട്ടുണ്ടായിരുന്നു. മക്കളെ പോകുന്നുണ്ടെങ്കിൽ ഓസിക്ക് പോകും, പൈസ ഉണ്ടാക്കി പോകുന്നുണ്ട്. ഓസി പോകുന്നതിന്റെ സുഖമൊന്നും വേറെ തന്നെയാണ്. 2 രാജ്യം കാണാൻ പറ്റി ഈ ബിസിനസ് ചെയ്തുകൊണ്ട്. ഇത് കോവിഡിന്റെ സമയത്ത് എനിക്ക് ഇൻകം 17,82,320 രൂപ കോവിഡിന്റെ സമയത്ത് വരുന്നതാണ് വരുമാനം. ഒരു മാസത്തെ ഇൻകം ആ സമയത്ത് 5,94,106 രൂപ. കേരള ഗവൺമെന്റ് 1,30,000 കൊടുത്തു. കേന്ദ്ര ഗവൺമെന്റ് 1,30,000 കൊടുത്തു. 2,70,000 3 മാസം കൊണ്ട് കോവിഡിന്റെ സമയത്ത് ടാക്സ് അടച്ച BPL-കാരനാണ്. പാസീവിംഗത്തിന് വേണ്ടി ചെയ്യണം, പാസീവിംഗത്തിന് വേണ്ടി ബിസിനസ് ചെയ്യണം. ഈ കാണുന്ന വ്യക്തി എന്നത് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് ശീലൻ സാർ. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഡയമണ്ട് റാങ്കിലാണ്. അദ്ദേഹത്തിന്റെ ID അദ്ദേഹത്തിന്റെ ഭാര്യ. ഒരു മാസം മേടിക്കുന്നത് 30-40 ലക്ഷം രൂപ ഒരു മാസം. അശോകൻ സാർ അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹം UTC ആയിരുന്നു. ഇന്ന് അദ്ദേഹം ഡയമണ്ടാണ്. അതാണ് പവർ ഓഫ് ടീം വർക്ക്. അദ്ദേഹത്തിന്റെ ഭാര്യ ജീവനാണ് എന്ന് പറയുന്നത് 25-35 ലക്ഷത്തിനിടയിലാണ് പെർ മന്ത്. ആൾറെഡി നമ്മുടെ കുഞ്ഞുങ്ങളെ സേഫ് ആക്കണ്ടേ, നമുക്ക് സേഫ് ആവണ്ടേ? ബാബുരാജ് ബിസിനസ് ചെയ്ത് 2 കാര്യത്തിലാണ്. മരിക്കുമ്പോൾ ഒരു അനാഥാലയത്തിൽ കിടന്ന് മരിക്കാൻ ബാബുരാജ് താല്പര്യമില്ല. എന്റെ മക്കളെ നോക്കുന്ന ഒരു കാര്യം, ഞാനില്ലാത്ത ദിവസം എന്റെ കുഞ്ഞുങ്ങൾ ഒരാളുടെ മുന്നിൽ പോയി 10 രൂപയ്ക്ക് കൈനീട്ടാൻ പാടില്ല. ആക്റ്റീവത്തിന് വേണ്ടിയല്ല, പാസീവത്തിന് വേണ്ടി ബിസിനസ് കഷ്ടപ്പെടും. ഒരു 10 മാസം കഷ്ടപ്പെടും, ഒരു 4 വർഷം കഷ്ടപ്പെടും. സമയമൊന്നുമില്ല, ഓരോരുത്തർ എടുക്കുന്ന എഫേർട്ട് പോലെ. നിങ്ങൾക്ക് 4-5 വർഷം കഷ്ടപ്പെടാൻ നിങ്ങൾ റെഡിയുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അടുത്തെടുക്കാൻ പോകുന്ന വീടാണ്. വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വന്നത് ഇവിടുന്നാണ്, പോകുന്നത് ഇവിടത്തേക്കാണ്. നിങ്ങളൊരു പാവപ്പെട്ടവനായി ജനിച്ചിട്ട് നിങ്ങളെ തെറ്റല്ല. പക്ഷേ നിങ്ങളൊരു പാവപ്പെട്ടവനായി ജനിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രം തെറ്റാണ്. കാരണം ഇന്നലെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കയ്യിലില്ല. ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ഒരു അവസരത്തിൽ, ഇങ്ങനൊരു അവസരത്തിൽ ഈ ഒരു പ്രോഗ്രാമിൽ ക്ഷണിച്ച എല്ലാ ലീഡേഴ്സിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് എന്നെ എത്തിച്ച കർത്തവ്യം. ഇന്ന് വളരെ മനോഹരമായി തന്നെ ഇന്ന് നമുക്ക് ഈ പ്രോഗ്രാം MC കൈകാര്യം ചെയ്ത ഷുബൈർ സാറിന് നമ്മുടെ എല്ലാവരുടെയും കമ്പനിയുടെ